ഈ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ. സെക്രട്ടറിയും പ്രസിഡന്റ് എന്ത് വേണേലാക്കാം. ഇന്നത്തെ ഈ പരിപാടിയിലെ സകല കംപ്ലീറ്റ് ഇത് ഇൻചാർജ് എന്നെ ഏൽപ്പിച്ചേക്കണം. നേരത്തെ ഒരുത്തം വന്നിട്ടുണ്ടായി ഇവിടെ മണിയാന്ന് പറഞ്ഞിട്ട്, അവനൊന്നല്ല. എവിടെ പോയാലും എൻ്റെ മോച്ചായുള്ള കുറേ ആൾക്കാർ നമ്മളെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ പറയും എനിച്ചിട്ട് അറിയില്ല എന്നും പറയും. എനിക്ക് ഇതിൻ്റെ ഈ എന്താണ് മനസ്സിലാവുന്നില്ല. അപ്പം ഇന്നത്തെ പരിപാടിയിലെ സകല ഇൻചാർജും ഞാനാണ്. നമ്മുടെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദിർഷ അവതരിപ്പിക്കുന്ന ഗാനലഹള. നാദിർഷ വന്നിട്ടില്ല എന്ന് പറഞ്ഞാടാ, ഞാൻ നിങ്ങൾ 2 കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കാൻ പറ്റതല്ലേ? ആ 2 കമ്മിറ്റിക്കാർ എവിടെ പോയി? അവരെടുത്ത് എടാ നിങ്ങൾ 2 കമ്മിറ്റിക്കാർ ചെല്ലണം, നാദിർഷയുടെ വീട്ടിൽ ചെല്ലേ. ആരാ? എന്താ? നാദൃശ്യല്ലേ? ഉണ്ടല്ലോ, അകത്ത് ഗാനമേള പ്രാക്ടീസ് ചെയ്യാ. 1 കല്ല് നിർത്ത്, 2 കല്ല് നിർത്ത്, 3 കല്ല് എടുത്ത്, തക്കാളിയും നിർത്ത്. എങ്ങനെയുണ്ട്? ഓരോന്നും കറക്റ്റ് ആയിട്ട് ഞാൻ തടുത്തില്ലേ? അതാണ് മോനെ എന്റെ കഴിവ്. എന്നാലേ ധൈര്യം ഉണ്ടെങ്കിൽ മുട്ടം തടുത്തേ. മൊട്ട. ഓ, ഈ പ്രാക്ടീസ് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എത്ര സ്റ്റേജിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ. ഓടുന്നുണ്ടി, നിനക്ക് ടൈമിംഗ് ഇല്ല. ഇങ്ങനെയാണ് കല്ലെറിയണ്. പിന്നെ നാട്ടുകാർ 1 2 3 പറഞ്ഞിട്ടല്ല കല്ലു ചെറിയണത്. കല്ലെവിടുന്ന അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ചേട്ടോ. കറക്റ്റ്. അതുപോലെ തന്നെയാണ് പാട്ടിന്റെയും കാര്യം. എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല മോനെ. ഇക്കാക്ക് പാട്ടിന് മാത്രല്ല ഇതിനും ടൈമിംഗ് ഇല്ല. കഷ്ടം. ആ പോണ ദുഷ്ട. നീ ഒരു ചെരുപ്പ് ഇങ്ങനെ എറിഞ്ഞേ. ഞാനത് വെറൈറ്റി ആയിട്ട് എങ്ങനെ തടുക്കുന്നു കാണിച്ചു തരാം. കമോൺ കമോൺ ഹറി അപ്പ്. കമോൺ. പോരട്ടെ പോരട്ടെ. മിടുക്കൻ, കലക്കി. നിന്റെ ഉന്നം കറക്റ്റ്. എന്നോടാണ് കളി. വേണ്ട മോനെ ദിനേശ. നാദൃശ, പരിപാടി തുടങ്ങാറായി, പോണ്ടേ? അയ്യോ സോറി, 1 മിനിറ്റ് ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചേക്കട്ടെ. അതെ, ഇക്ക ഒരു ഭാഗ്യപരീക്ഷണം വേണോ? പോടാ കുറങ്ങേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ പ്രോഗ്രാമിന് ഏത് ചെരുപ്പിടുന്നുള്ളൊരു കൺഫ്യൂഷനേ. നാദൃശ തൃപ്രയാർ ഗാനമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ? അതെ, അവിടെ പരിപാടിയാണ് ഉണ്ടായിരുന്ന. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, എന്റെ അനിയനവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അതെങ്ങനെ? ഞാനവന് വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പാണ് തന്റെ കയ്യിൽ ഇരിക്കണത്. അപ്പൊ നമുക്ക് പോവാല്ലേ? എന്നാ പിന്നെ ചേട്ടൻ നട്ടാ പോവാം. സ്റ്റേജിൽ നിന്ന് ആരെയും കാലുടിയോ? എന്താ ഇപ്പൊ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാണോ? അല്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അതിനെന്താ, വളരെ സന്തോഷം. ഇന്നത്തെ പരിപാടിയുടെ സംഘാടകരാ. നിന്റെ പരിപാടിയുടെ ഗുണം കൊണ്ട് നാട്ടുകാരെ വേറെ സ്റ്റേജ് കത്തിച്ചേ അതിന്റെ പരിഹാരം തരാണ്ട് നിന്നെ വിടൂല. എന്നെ കൊണ്ടുപോകുന്ന സംഘാടകർ എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. ഇവരുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ. ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് നിന്നെ ഞങ്ങൾ പിടിച്ചോളാം. നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഞാൻ എന്റെ വീട്ടില് ഭയങ്കര തിരക്കുണ്ടായിരുന്നില്ല. അല്ല, ഭയങ്കര ആരാധകരുടെ ശല്യം. ആരാധകരുടെ ശല്യായിരുന്നല്ലേ? കയ്യടി ഭയങ്കര. ആരാധകരുടെ കയ്യടി ഭയങ്കര ഉണ്ടായിരുന്നോ? ആ, അവര് കയ്യടിച്ചപ്പോ നിന്റെ തല കയ്യിലുള്ളിൽ പെട്ടോ? അല്ല, ഈ പത്രക്കാരെ കൊണ്ട് ഭയങ്കര ശല്യം. പത്രക്കാരുടെ ശല്യല്ലേ? പത്രക്കാര് വീട്ടില് പത്രം ഇടുമ്പോ കാശ് കൊടുക്കണ കാര്യം ആലോചിക്കണം. അപ്പൊ ശല്യം ഉണ്ടാക്കും. അല്ല, പത്രക്കാരെന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി ഭയങ്കരമായിട്ട് എഴുതും, നന്നായിട്ട് എഴുതും. അല്ലേ, നിന്നെ ഇപ്പൊ ഇവിടെ വിളിച്ചത് എന്തിനാന്ന് അറിയാമോ? പാട്ടുപാടാനല്ലേ? പാട്ട് പാടാൻ. അത് വേണ്ട വിധത്തിൽ നന്നായി പാട്ട് പാടാം. മനസ്സിലായ? അത് എത്ര നീ കൈകാര്യം ചെയ്താ മതി. അല്ല, നീ ഇപ്പൊ ഏത് പാട്ട് പാടാനാ പോണേ? ഞാന് ചെറിയ പ്രായത്തില് സ്കൂളിൽ പഠിച്ചിട്ട് മറ്റേ കാക്ക കൂടെ ഇവിടെ അതല്ല, മര്യാദക്ക് പാടി നിൽക്കുന്നുള്ളത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പാടാം. പഴയ നിനക്ക് നല്ലത്. ഞാൻ അവിടെ പോക്കോട്ടെ, എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ മറ്റേ ഇത് വഴിപാട് കിടക്കണ്ട്, വെടി വഴിപാട്. അവിടെ പോയി 2 വെടി വെച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ.
ഇരുന്നോട്ടെ എന്ന് വെച്ചതാ. നോക്കി നിക്കാതെ സ്തുതി ചൊല്ലടാ മരങ്ങോടാ. അമ്മയ്ക്കും അപ്പനും അമ്മൂമ്മേടമ്മയ്ക്കും കുടിയായിരിക്കട്ടെ, സോറി സ്തുതിയായിരിക്കട്ടെ. എടാ മുടിഞ്ഞവനെ, നീ ഇന്നും കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഏയ്, എങ്കിൽ നീ പ്രാർത്ഥന ചൊല്ലടാ. എന്റെ അമ്മച്ചി, ഇച്ചായനെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കല്ലേ. ഇപ്പൊ സീരിയല് തുടങ്ങും. എത്ര മണിക്കാടി സ്റ്റീരിയല്? 8 മണിക്ക്. ഇപ്പൊ മണി എത്രയായി? 7:55. ആ, എന്നാ ഇതാ 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പ്രാർത്ഥന തീർത്തരാം. എന്നാ പിടിച്ചോ. 1-ാം പേജിലെ പുണ്യാളന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 2-ാം പേജിലെ പുണ്യാളന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 3-ാം പേജിലെ സകല പുണ്യാളന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആ, തീർന്നില്ലേ? ഇനിയിപ്പൊ ചോറ് വിളമ്പാല. കുരുത്തം കെട്ടവനെ, ചുമ്മാതല്ല എല്ലാരും പറയണത്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും എന്ത് ചൊല്ലണെന്ന് പറവള്ളേ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. കള്ളാ നിന്റെ ഉള്ളിലെന്ന്, പനം കള്ളാണ്, പനം കള്ളാ നിന്റെ ഉള്ളിലെന്ന്. ഞാനെന്തോ ചെയ്യാന് വയറിങ്ങനെ ചാടുന്നത് എന്റെ കുഴപ്പമാണോ? അല്ലേ, എന്റെ കുഴപ്പമാണോ? നാടാകെ ചൊല്ലണ്, ഈ നാട്ടാരും ചൊല്ലണ്. സ്മോളാ നിന്റെ ഉള്ളിലെന്ന്. അല്ലല്ലാർക്കാണ്. നീയൊന്നും പറയണ്ട, തെളിവൊന്നും നിരത്തണ്ട. നല്ലോണം തണ്ണിയടിക്കും നീ എന്ന കാര്യം എടമോനെ എനിക്കറിയാം. അതെങ്ങനെ? കള്ള് കുടിക്കണോന്റെ പള്ള കാണുമ്പോ മോനെ അമ്മച്ചിക്കറിയാമെടാ. എന്തോന്ന്? ഞാനിതെത്ര കണ്ടോളെന്നറിയാമോടാ. പാതിര നേരത്തെന്നും കേറി വരുന്ന നിന്റെ ഫാദറിന്റെ വയറ് കണ്ട ഞാനിതിത്ര ബൈഹാർട്ടിലാക്കിയത്. കാലത്തെഴുന്നേറ്റ് വയറ് കുറക്കാനായി ഓടി ഞാൻ ഇന്നെന്റെ അമ്മയ്ക്ക് ഒരു മുടിഞ്ഞ ഡോഗനെ ഓടിച്ചിട്ടപ്പം നിർത്തി ഞാൻ അതെന്റെ അമ്മയ്ക്ക്. എന്റെ ഈശോയെ, നിന്റെ നെഞ്ചത്തെ തൊലി മുഴുവൻ പോയല്ലോടാ. ഇത് എന്നാ പറ്റി? തെങ്ങിന്റെ ഇളം കള്ള് ചെത്താൻ തെങ്ങുമ്മ ഞാൻ കേറിയപ്പോ തെന്നല്, തെങ്ങുമ്മ കേറുമ്പോ തെന്നല്. തെങ്ങിന്റെ ഇളം കള്ള് ചെത്താൻ തെങ്ങുമ്മ ഞാൻ കേറിയപ്പോ തെന്നല്, തെങ്ങുമ്മ കേറുമ്പോ തെന്നല്. തെങ്ങിൽ നിന്നും താഴെ വീണത് നാട്ടുകാര് കണ്ടുടനെ ചമ്മല്, എനിക്കൊരു തിരി ചമ്മല്. എടി മേരിയേ, ഒരു സാധനം കിട്ടിയിട്ടില്ലേ? എന്റെ കർത്താവേ, ദേ പുറത്താരാണ്ട് ബഹളം ഉണ്ടാക്കണ്. ഒന്ന് പോയി നോക്കിയിട്ട് വാടാ. എന്റെ തന്തപ്പടിയുടെ പൂരപ്പാട്ടുണ്ടേ, പട്ടിക്കൽ തന്നെ കുഞ്ചിയൊടിഞ്ഞ് വീണ് കിടപ്പുണ്ടേ. ഒരു കയ്യിൽ ഉടുമുണ്ട് ഉരിഞ്ഞതുണ്ടേ, മറുകയിൽ അരക്കുപ്പി ഒഴിഞ്ഞതുണ്ടേ. കുമ്മായത്തിൽ കിടന്നിട്ട് വരകണുണ്ട്. തന്തപ്പടിയുടെ പൂരപ്പാട്ടുണ്ടേ, പട്ടിക്കൽ തന്നെ കുഞ്ചിയൊടിഞ്ഞ് വീണ് കിടപ്പുണ്ടേ. എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഇത് എന്നാ സാധനം? ഇതിന് എവിടുന്ന് കിട്ടി? പൈക്കൻ ഷാപ്പിലെ ബെഞ്ചിൽ വെച്ചൊരു ഞൊണ്ടൻ ചെക്കനെ കണ്ടു. 4 പുള്ളങ്ങ് വീശി തീർത്തപ്പോൾ ഇതിനി കൊണ്ടിങ്ങ് പോന്നു, ഇതിനി കൊണ്ടിങ്ങ് പോന്നു. ഞൊണ്ടൈ ഞൊണ്ടൈ ഞൊണ്ടൈ. പൈക്കൻ ഷാപ്പിലെ ബെഞ്ചിൽ വെച്ചൊരു ഞൊണ്ടൻ ചെക്കനെ കണ്ടു. 4 പുള്ളങ്ങ് വീശി തീർത്തപ്പോൾ ഇതിനി കൊണ്ടിങ്ങ് പോന്നു, ഇതിനി കൊണ്ടിങ്ങ് പോന്നു. ഞൊണ്ടൈ ഞൊണ്ടൈ ഞൊണ്ടൈ. ഇവന് വിളിച്ച് വിരുന്നൊടുക്കണേ. അയ്യടാ, വിരുന്നൊരുക്കാനോ? അതിന് ഏതാ ഈ മണകോണാഞ്ചൻ? ഇവൻ മരുമോൻ, ഭാവി മരുമോൻ, പുള്ളിക്കാത്ത നനയ്ക്കാത്ത മരുമോൻ, കള്ള് മൂക്ക് മുട്ട കുട്ടിക്കണ മരുമോൻ. പുള്ളിക്കാത്ത നനയ്ക്കാത്ത മരുമോൻ, കള്ള് മൂക്ക് മുട്ട കുട്ടിക്കണ മരുമോൻ. സ്വന്തം വീട് വിറ്റ് കൂട്ടിച്ചിട്ട് നാട്ടുകാരുടെ തല്ലും കൊണ്ട് റോഡ് സൈഡിൽ കിടക്കണ മരുമോൻ.
മോളെ മോളെ നീ മൂളി നിൽക്കണ്ട ഇങ്ങോട്ട് വന്നടി. കണ്ടാ എന്റെ മോള് പറഞ്ഞ വരൂ കണ്ടാ തമിഴം വണ്ടി വരണ പോലെയാ. മോലെ നീന്തറ മുണ്ടിലാണ്ടിക്കണേ അല്ല മിണ്ടാണ്ടിക്കണേ. നീ അവളുടെ ഗ്രാമർ കണ്ട് എന്തെങ്കിലൊക്കെ മുണ്ടി പറഞ്ഞിക്കണ. ഞാനെന്ത് മുണ്ടാനാ നിന്നെ മനസ്സിലാവുള്ള ഒരു ബ്ലൂ പറഞ്ഞു കൊടുക്കണ. ഓക്കേ എന്റെ പേര് തോമസ് കുട്ടി, സ്വന്തം വീട് മാട്ടുപ്പെട്ടി. പെണ്ണു കാണാൻ വന്നതാണു ഞാൻ, എടി പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. എന്റെ പേര് തോമസ് കുട്ടി, സ്വന്തം വീട് മാട്ടുപ്പെട്ടി. പെണ്ണു കാണാൻ വന്നതാണു ഞാൻ, എടി ചരക്കെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. Come on, darling. എടോ മനുഷ്യനെ, എന്റെ തങ്കക്കുടം പോലത്തെ മോളെ ഈ കള്ളും കുടത്തിന് കെട്ടിച്ചു കൊടുക്കാനാണോ പ്ലാൻ? എന്താടി അവനൊരു യോഗ്യത കുറവ്? അവന്റെ ഒരു കാലിന് നീളം കുറവല്ലേ മനുഷ്യ? അതിനെന്താ മറ്റേ കാലിന് നീളം കൂടുതലില്ലേ? അത് മാത്രല്ല അവന്റെ ചുണ്ടിലേക്ക് വേണ്ട. പിന്നെ ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാശാപീടികൾ. അവൻ പുഞ്ചരിക്കുമ്പോ പോയി പല്ല് കാണൂ ചെറുക്കൻ സിമ്പളം കോമള. പിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാശാപീടികൾ. അവൻ പുഞ്ചരിക്കുമ്പോ പോയി പല്ല് കാണൂ ചെറുക്കൻ സിമ്പളം കോമള. മൈ ഡിയർ ഫിഷ് മോളി, ചെറ്റേ കൈന്ന് വിടടാ. വിടൂല. വിടാനാ പറഞ്ഞത്? വിടൂല എന്നല്ലേ പറഞ്ഞത്? വിടമാട്ടെ. അയോഗ്യ പയലേ. പൈലി അല്ല തോമാസ് കുട്ടി. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഉന്നെ പീസ് പീസാക്കി ഞാൻ ഇങ്ങ മാർഗക്കളി നടത്തിടുവേ. അപ്പാ മുതുകൊരങ്ങെന്നെ കെട്ടാനോ, ഈ കരിക്കൊരങ്ങെന്നെ കെട്ടാനോ, പിന്നെ ഞാനെന്നും കരയാനോ. കരിക്കൊരങ്ങെന്നെ കെട്ടാനോ, പിന്നെ ഞാനെന്നും കരയാനോ. ഒറ്റൊരു മോളല്ലേ ഞാൻ തള്ളേ തന്തേ കാല. ഒറ്റൊരു മോളല്ലേ ഞാൻ, ഈ ചട്ടന് കെട്ടണോ ഞാൻ? മുതുകൊരങ്ങേ കരിങ്കൊരങ്ങേ ഒരു മരണം ഉറപ്പാടാ. കരിങ്കൊരങ്ങെന്നെ കെട്ടാനോ. വട്ടാണല്ലേ? അവളെ തെറ്റിദ്ധരിക്കരുതിട്ടാ. അവൾക്ക് അസുഖമില്ല, തലയ്ക്ക് ചെറിയൊരു ഭ്രാന്ത്, അത്രയേ ഉള്ളൂ. അവളെ കെട്ടിക്കോ, നീ കേട്ടോ. നോ നോ നോ, നീ എന്തുട്ടി പറഞ്ഞേ? പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് തന്നെടോ. പറ്റില്ല 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 പറ്റില്ലടോ. നോ നോ നോ. എടാ നിക്കടാ. നോ നോ നോ. സോറി ഫാദർ, ഐ ആം ഗോയിങ് ടു കള്ള് ഷാപ്പ്. ബൈ. എന്ത് പാടിട്ട് ഞാൻ ഒരു ചെറുക്കനെ ഒപ്പിച്ചെടുത്തേ. ഈ മുടിഞ്ഞവൾ അത് നശിപ്പിച്ച് നിന്നെ ഞാൻ അയ്യോ, എന്റെ കർത്താവേ, ഈ കാലമാണ് എന്നെ തല്ലിക്കൊല്ലുന്നേ. എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? അയ്യോ, അയ്യോ. പിതാവേ, പിതാവേ, ഈ കാലമോടനെ തിരിച്ചെടുക്കേണമേ. പിതാവേ, പിടിച്ചോ പിതാവേ, പിടിച്ചോ. ഈ കള്ളുകാച്ചനെ തിരിച്ചെടുക്കേണമേ. എന്താണ് സഹോദരി മേരി ഇവിടെ ഒരു കൊശപേശ? ഏയ് ഒന്നുമില്ല അച്ചോ. ഒന്നുമില്ലാതെയാണോ നിന്റെ ഈ ശബ്ദങ്ങൾ ഈ സ്റ്റേറ്റ് മുഴുവൻ കേട്ടത്? അച്ചോ അതെ, ഇവിടുത്തെ പുള്ളിക്കാരനെ. പുള്ളിക്കാരൻ വെള്ളമടിച്ചാൽ വള്ളിക്കളസം മാത്രം, വള്ളിക്കളസം മാത്രം. പള്ളിക്കളസം മല്ലടി വന്നത് ബർമുടയാണടി മേരി, ബർമുടയാണടി മേരി. ആ മൈദ കലക്കി മുഖത്ത് പുരട്ടിയാൽ ഞാൻ എന്തോന്നുണ്ടാക്കും, താൻ കാലത്ത് എന്തോ തിന്നും. സ്പെഷ്യൽ ചെയ്യണ നേരത്തെ കോൺസെൻട്രേഷൻ പോകും, കോൺസെൻട്രേഷൻ
വള്ളിക്കളസം മാത്രം വള്ളിക്കളസം മാത്രം എടീ നീ പറഞ്ഞില്ല എന്റെ തലയിൽ രോമില്ലാന്ന്. എന്റെ തലയിലെ രോമം പോയപ്പോ നിനക്ക് ഷെയ്മീടായല്ലേ? നിന്റെ അപ്പന്റെ തല എങ്ങനെയാണ് ഇരിക്കണേ? നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെയല്ലേ? നെടുമ്പാശ്ശേരിയില് പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നു, നിന്റെ അപ്പന്റെ തലയിൽ കാക്ക ലാൻഡ് ചെയ്യുന്നു. മനുഷ്യനെ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ നിന്റെ കൂനകെട്ട് ശ്രമിച്ച് അടുത്ത് പിടിച്ച് വന്നാൽ മോന്തക്കിടിച്ചിട്ട് മുളകെടുത്ത് അരയ്ക്കുമേടോ. എന്റെ അമ്മായി അമ്മാണ് ഞാൻ ഇനി കളൊന്നും മോന്തതില്ല. എന്റെ മോന്ത കിടിക്കാതെ നീ എന്റെ മണ്ട കിടിക്കാതെ. അമ്മായി അമ്മയാണ് ഞാൻ ഇനി കളൊന്നും മോന്തതില്ല. ഡെഫിനറ്റ് വല്ലപ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ. എന്താണ് പത്രോസേ ഇവിടെ ഒരു ബഹളം? ഞാനിതിരി ചാരായം കുട്ടിച്ചോ, അതിനെന്റെ പെണ്ണിനെ തല്ലിയായി. ഞാൻ തിരിച്ചൊരു 17 ഇടിച്ചു. പ്രശ്നം സോൾവ് ആയി. ഞാൻ അച്ഛനെ ഇടവകയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കരുതേ. നീ എന്തിനാണോ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? വല്ലച്ചാ ഈ മുല കുടി നിർത്തിയതിനു ശേഷം എന്തെങ്കിലും ഒരു കുടി തുടങ്ങണല്ലോ, അതുകൊണ്ട് തുടങ്ങിയതാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? നീ ഇത് നിർത്തണം. ഞാൻ നിർത്തിയിരിക്കുന്നു. എന്താ? ഇവളുടെ പ്രസവം. അതല്ല സാധാരണ, നീ ഇന്നു മുതൽ കുടി നിർത്തണം. എന്റെ അച്ചോ, ഈ കാലമാടിന്റെ കുടി കണ്ട് ഇവിടുത്തെ മക്കളും മരുമക്കളും വരെ കുടി തുടങ്ങി. അച്ഛൻ വിഷമിക്കണ്ട, ഇത് ഞാൻ നിർത്തി തരാം. മോനെ, മരുമോനെ, എല്ലാരും വന്നേ. അച്ഛൻ പറഞ്ഞത് പ്രകാരം നമ്മൾ ഇന്നു മുതൽ കുടി നിർത്തിയിരിക്കുന്നു. അപ്രതിജ്ഞ അപ്രതിജ്ഞ അപ്രതിജ്ഞ. കുടിയന്മാരെ സലാം, കുടിയന്മാരെ സലാം, കുടിയന്മാരെ സലാം. കവലകൾ നിരങ്ങും ചില സൽജനങ്ങളെ കുടിച്ചു കൂത്താടിയാൽ തോന്നുന്നു നിങ്ങളെ. സകല ഉലകങ്ങളും കാൽ കീഴിലാണെന്ന്. കുടിയന്മാരെ സലാം, കുടിയന്മാരെ സലാം. ഈ കുടുംബത്തിൽ എല്ലാവരും കുടി നിർത്തിയതിന്റെ സന്തോഷത്തിന്റെ പേരിൽ നമുക്ക് ഇനി ഒരേ സ്മോൾ അടിക്കാം. Cheers!